നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്നൊരു കപ്പ് വെള്ളത്തിൽ കലങ്ങിയിരിക്കുകയാണ്. ഒരു വശത്ത് ഗതാഗത മന്ത്രിയുടെ വീട്ടിലെ കുടുംബ പ്രശ്നം, മറുവശത്ത് പാലക്കാട് MLAക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ അവൻ പ്രയോഗം. ഇതിനിടയിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ ആ വെള്ളം കുടിക്കപ്പും. മുഖ്യമന്ത്രി പറയുന്നത് ഗണേഷിന്റേത് കുടുംബമാണെന്നും രാഹുലിന്റേത് വേറെന്തോ ആണെന്നുമാണ്. ഈ രണ്ടുപേരോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ വലിയൊരു വിവാദമാവുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ പോലീസിലും സർക്കാരിലും പരാതി നൽകിയെന്ന വാർത്ത വന്നപ്പോൾ മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിച്ചത് കുടുംബമെന്ന വാക്കുപയോഗിച്ചാണ്. ഗണേഷ് കുമാറിന്റേത് ഒരു കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും, അവർ അത് പരിഹരിച്ചു. അതിൽ സർക്കാർ എന്തിന് ഇടപെടണം എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഒരു മന്ത്രിക്കെതിരെ ഗാർഹിക പീഡന ആരോപണം ഉയരുമ്പോൾ അത് വെറുമൊരു സ്വകാര്യ പ്രശ്നമായി തള്ളിക്കളയുന്നതിലെ നിസ്സംഗതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതേ വേദിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരാമർശിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷ മാറുന്നു. രാഹുലിനെ അവൻ എന്ന് അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി അതിജീവിതയെ അവൾ എന്നും വിശേഷിപ്പിച്ചു. ഞങ്ങൾ അന്നും ഇന്നും അവളോടൊപ്പമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവും സംഘവും അവനെ, അത് രാഹുലിനെ പവിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും അതിനെ ന്യായീകരിക്കുന്നതിന് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ഈ രാഷ്ട്രീയ പോരിനിടയിലേക്കാണ് ഒരു വെള്ളം കൂടി കടന്നു വരുന്നത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതിയ കപ്പിൽ മുഖ്യമന്ത്രി വെള്ളം കുടിക്കുന്ന ചിത്രം അതിജീവിതയ്ക്ക് നൽകുന്ന പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ അത് ബോധപൂർവമല്ലെന്നും തികച്ചും യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. മാധ്യമങ്ങൾ ഇതിനെ അനാവശ്യമായി വിവാദമാക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ചുരുക്കത്തിൽ, സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിനെതിരെ പരാതി വരുമ്പോൾ അത് കുടുംബ പ്രശ്നമായി മാറുന്നു. എന്നാൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് സാംസ്കാരിക അപജയമായി മാറുന്നു. അവളോടൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ ആരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നതെന്ന ചോദ്യം ബാക്കിയാകുന്നു. നീതി നടപ്പിലാക്കുന്നതിൽ ഭരണകൂടം കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ പോലീസിലും സർക്കാരിലും നൽകിയ പരാതിയിൽ ഇടപെടാതിരുന്നത് അതൊരു കുടുംബ പ്രശ്നം ആയതിനാലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ എടുത്തുചാടി ചെയ്യേണ്ടതല്ല. അവർ അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ഞങ്ങൾ ഇടപെടുന്നത്? ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവും സംഘവും ശ്രമിക്കുന്നുണ്ടെന്ന് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു. എന്നാൽ താനും തന്റെ പാർട്ടിയും അന്നും ഇന്നും അവളോടൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ എന്താണ് നിലപാടെടുത്തതെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. ഇതിന് പിണറായിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞ അവൻ എന്ന കൂട്ടത്തിലുള്ളയാളുടെ ഭാര്യയായിരുന്നോ ഇത്? അവന്റെ ഭാര്യ ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നോ? നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ ഇത്തരത്തിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് അവനെ ന്യായീകരിക്കാൻ നിൽക്കുകയല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണിത്. അതിന്റെ ഭാഗമാണ് ഇത്തരമൊരു ചോദ്യവും. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തുചാടി ചെയ്യേണ്ടതില്ല. അവർ അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ഞങ്ങൾ ഇടപെടുന്നത്? ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അവളോടൊപ്പം ആരായിരുന്നു, അവനോടൊപ്പം ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പം തന്നെയായിരുന്നു. എന്നാൽ അവനോടൊപ്പം നിന്നത് ആരാ? പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവനെ പവിത്രീകരിക്കുവാൻ വലിയ ശ്രമം നടത്തിയില്ലേ? വലിയ ഇടപെടൽ നടത്തി എപ്പോഴും സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? ആ ഘട്ടത്തിൽ അവളെപ്പറ്റി ചിന്തിച്ചോ? ഈ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മൊത്തയായും ചില്ലറയായും സൈബർ സംഘങ്ങൾ ഉണ്ടല്ലോ. ആ പടയാകെ ആക്രമണം അഴിച്ചുവിട്ടത് അവൾക്കെതിരെയല്ലേ? ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നത്? ഞങ്ങൾ അന്നും ഇന്നും അവളോടൊപ്പം തന്നെയാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതിയ കപ്പിൽ ഞാൻ വെള്ളം കുടിച്ചത് യാദൃശ്ചികമാണ്. അത് അവൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നുവെന്ന് അറിഞ്ഞിട്ടല്ല. ഞാൻ ആ കപ്പിൽ വെള്ളം കുടിക്കുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തു. അത് തികച്ചും യാദൃശ്ചികമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ തിരുവനന്തപുരത്ത് LDF നടത്തിയ സത്യാഗ്രഹ സമര വേദിയിലാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതി വെച്ച കപ്പ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ അതിജീവിത പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലെ അതേ വാചകം തന്നെയാണ് കപ്പിൽ രേഖപ്പെടുത്തിയത്. ഇത് വലിയ ചർച്ചയായി മാറി. നിലപാടുകൾ വ്യക്തികൾക്കനുസരിച്ച് മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളെ കുടുംബ പ്രശ്നമെന്ന് വിളിച്ച് ലഘൂകരിക്കുകയും അതേസമയം പ്രതിപക്ഷത്തെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലെ അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി.
ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന മന്ത്രിക്ക് നേരെ ഗാർഹിക പീഡന ആരോപണം ഉയരുമ്പോൾ അത് വെറും അടുക്കള കൂട്ടം മാത്രമായി തള്ളിക്കളയുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സർക്കാർ ഉയർത്തുന്ന വാദങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അവർ പ്രശ്നം പരിഹരിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പരാതി നൽകിയ സാഹചര്യം എന്തുകൊണ്ട് അന്വേഷിക്കപ്പെട്ടില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു. സ്വന്തം മുന്നണിയിലെ മന്ത്രിക്ക് നേരെ പരാതി ഉയരുമ്പോൾ അത് കുടുംബ പ്രശ്നമാകുന്നതും പ്രതിപക്ഷ അംഗത്തിനെതിരെ ആരോപണം ഉയരുമ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കലാകുന്നതും എങ്ങനെയെന്നുള്ള നീതിയാണ്. അതിജീവിതയ്ക്ക് നൽകുന്ന അതേ പിന്തുണയും പരിഗണനയും ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവളെന്നും അവനെന്നും വ്യക്തികളെ തരംതിരിക്കുന്നത് ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ? കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ ഈ ഇരട്ടത്താപ്പ് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുന്ന താല്പര്യം നീതിയുടെ ഭാഗമാണോ അതോ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഭാഗമാണോ? അവളോടൊപ്പം എന്ന മുദ്രാവാക്യം അതിജീവിതയ്ക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണോ? രാഷ്ട്രീയ കളികൾക്കപ്പുറം സാംസ്കാരിക കേരളം ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ കാണിച്ച ഈ ക്ഷമ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം വെറുമൊരു മറുപടിയല്ല, മറിച്ച് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുതിയൊരു അധ്യായമാണ്. ഗതാഗത മന്ത്രിയുടെ വിഷയത്തെ കുടുംബമെന്ന് വിളിച്ച് ലഘൂകരിക്കുകയും പാലക്കാട് MLA അവൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് കേൾക്കുമ്പോൾ 3 ദിവസം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ വരികൾ ഒരു പ്രവചനമായി മാറുകയാണ്. ശ്രീ വിജയൻ ആ കപ്പ് മാത്രമല്ല, കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ന്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിന്റെയും ഉപകരണമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ എത്ര ഹീനമായി ഒരാളെ ആക്രമിക്കാമെന്നതിന്റെ ഉദാഹരണമായി ഈ നാളുകളിൽ കണക്കാക്കപ്പെടും എന്നായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ അവൻ പ്രയോഗവും യാദൃശ്ചികമായ കപ്പിലെ വെള്ളം കൂടി വിശദീകരണവും കാണുമ്പോൾ രാഹുൽ പറഞ്ഞ ആ ഹീനമായ ആക്രമണവും കേരളത്തിന് ബോധ്യപ്പെടുകയാണ്. രാഹുൽ തന്റെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ പുറത്ത് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ നാടിന് മനസ്സിലാകുന്നുണ്ട്. അന്ന് ഈ കൊലച്ചിരി മാറി തങ്ങൾ മറുപടി പറയേണ്ടി വരും. സത്യം ജയിക്കും, സത്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരും, നീതി ആകാശത്തിൽ നിന്ന് നോക്കുമെന്നായിരുന്നു ആ പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ അന്നത്തെ പരിഹാസങ്ങൾക്കും അവൻ പ്രയോഗങ്ങൾക്കും മുൻപേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി കഴിഞ്ഞു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ സർക്കാർ മെഷീനറിയും PR തന്ത്രങ്ങളും ഉപയോഗിച്ചാലും സത്യം എന്തെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് ഈ കൊലച്ചിരിക്ക് മറുപടി പറയേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളോടായിരിക്കും.